എല്ലാവർക്കും നമസ്കാരം. ചിങ്ങം 1 ഇന്ന്. അപ്പോൾ പുതിയ വർഷം തുടക്കം നമുക്കൊരു സ്വീറ്റ് ഡിഷുമായിട്ട് തുടങ്ങാം. നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കാം. എല്ലാവരും സേമിയ പായസം എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓണത്തിന്റെ പല വിഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. എങ്ങനെ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 325 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് വറുത്തെടുക്കണം നെയ്യിൽ. പിന്നെ വേണ്ടത് പാല്, പഞ്ചസാര, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, ഹോർലിക്സ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലയ്ക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവുമ്പോൾ അതിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വെർമിസെല്ലി, അതായത് ഒന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വറുത്ത സേമിയ വാങ്ങിക്കുന്ന ആ ഒരു പാകത്തിന് നമ്മൾ പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, എല്ലാം ഒരേപോലെയുള്ള അളവിൽ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോവും, ചിലത് മൂക്കിൽ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് പൊടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊടിക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ഇടാം. നല്ലവണ്ണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. ഇത് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ ആകുന്നിട വരെ വറക്കേണ്ട കാര്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് ഇളക്കിയാൽ മതി. ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ പാല്, ഒരു 200 ml വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 1.25 ലിറ്റർ പാലാണിപ്പോൾ ഇത്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് വളരെ കുറച്ച്, ഇതിപ്പോൾ 1 ലിറ്റർ പാലിന് 200 ml വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകുമ്പോഴത്തേക്കും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറുകുമ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടാം. ഇതിപ്പോൾ ഒരു 110 ഗ്രാമാണ് സേമിയ എടുത്തിരിക്കുന്നത്. 12 ടേബിൾ സ്പൂൺ അത്രയും സേമിയയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നല്ലവണ്ണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അത് ഇതിൽ കിടന്നൊന്ന് വെന്ത് അപ്പോൾ പാലൊക്കെ കൂടി കുറുകി വരും. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. അതുപോലെ തന്നെ തീ കുറച്ച് സിമ്മിലും ആക്കി വയ്ക്കണം. ഞാനിതൊരു 7 മിനിറ്റ് ഇളക്കിയപ്പോഴാണ് എൻ്റെ സേമിയ വെന്ത് കിട്ടിയത് എനിക്ക്. ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ 200 ml പാത്രത്തിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഞാൻ ഇടുന്നില്ല, പകുതി ഇട്ട് കൊടുത്തു. മധുരം പോരാ എങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മധുരം കുറച്ചിട്ടാൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് മധുരം കുറച്ച് വേണം ഇടാനായിട്ട്. മധുരം പോരാത്തതുകൊണ്ട് കുറച്ചുകൂടി ഇടുവാണ്. ഇപ്പോൾ ഞാൻ ടോട്ടൽ 7 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്കൊരു 12 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിക്കുവാണെങ്കിൽ നല്ലവണ്ണം പെട്ടെന്ന് മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടും. ഞാനിപ്പം വെറുതെ പൊടിച്ചെടുത്തതാണ്.
അപ്പോൾ നമ്മുടെ സേമിയ നല്ലോണം വെന്ത് മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഇരിക്കുന്തോറും ഇത് കുറവും, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം നീട്ടി തന്നെ എപ്പോഴും എടുക്കണം. സേമിയ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കണ്ടോ വെന്ത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇടാം. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല, ഇത്രയാകുമ്പോൾ പായസം റെഡിയായി. പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്കും ഹോർലിക്സും ഇട്ട് കഴിയുമ്പോൾ ആ പായസത്തിന് വളരെയധികം ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഹോർലിക്സും കൂടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഹോർലിക്സ് ഇടുന്നത്. ഇത് നിർബന്ധമില്ല, കണ്ടൻസ്ഡ് മിൽക്കും ഹോർലിക്സും ഇട്ടാൽ പായസത്തിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ഇതിടുന്നത്. അല്ലാതെ ഇടാതെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതൊരു നോർമൽ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പായസം റെഡിയായി. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലൊരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നെയ്യിൽ വറുത്തിട്ട് കൊടുക്കണം. ചൂടായ ഒരു കടുക്കയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി നമ്മൾ വറുക്കാനായിട്ട് ഇടണം. അണ്ടിപ്പരിപ്പ് കുറച്ച് മൂത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകിൽ വറുത്ത് കോരി വയ്ക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അതാ കിസ്മിസ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് പായസത്തിനകത്തേക്ക് ഒഴിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയും പാലും കൂടി തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയൊരു പാകത്തിനാണ് ഇത്രയും തിക്ക് കൺസിസ്റ്റൻസി. വേണമെങ്കിൽ കുറച്ചുകൂടി നീട്ടിയും എടുക്കാം. ഇതുപോലെ നല്ല പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഷെയർ ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റുകളൊക്കെ അറിയിക്കണം.